തലസ്ഥാന നഗരിയിൽ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഏറ്റവും നല്ല പ്രഭാഷണങ്ങളും കേരളത്തിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാം, ഗ്യാസ് സിലിണ്ടറിന് വില കുറച്ച കാര്യങ്ങളും അതേപോലെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് മോദി ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു ട്രക്കിൻ്റെ ഒരാൾ സംസാരിച്ച് ഒരു യൂട്യൂബിൽ ചാനലിൽ ഇവരെ കാരണം ഈ സ്ഥാനത്തേക്ക് കയറ്റിയെന്നാണ് അറിയാത്തത്. ഇവിടെ ഈ മോദി വന്ന് പ്രസംഗിച്ച് ഹിന്ദുക്കളെ ഒറ്റക്കെട്ടാക്കി നിർത്തി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇവിടെ നിന്ന് നാട് കടത്തണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ. ഇതൊക്കെയാണ് വർഗീയ വിഷം കുത്തിവയ്ക്കുന്ന ഇവരാണ് ജനങ്ങളെ യൂട്യൂബ് വഴിയൊക്കെ ഇങ്ങനെ എല്ലാവരെയും അറിയിക്കാനുള്ള കാര്യങ്ങൾ. ഇത് യൂട്യൂബിൽ ആളുകളൊക്കെ കാണുമ്പോൾ ചിലവർ ഇത് ആയി എന്നൊക്കെ ഒന്ന് ചിലപ്പോൾ തോന്നിക്കളയും. സാമാന്യ ബുദ്ധിയുള്ളവരൊന്നും ഇത് യേശുവില്ല. എന്തായാലും ഈ സംസാരിച്ച മണ്ടനെ പോലെ മണ്ടന്മാരുണ്ടാവുമല്ല, അവരൊക്കെ ഇത് ചിലപ്പോൾ ഒന്ന് യേശും. അല്ലാതെ ഇവിടെ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് തനിക്കറിയില്ലേ. ഇവരൊക്കെ കെട്ടി എവിടേക്കാണ് പറഞ്ഞയക്കേണ്ടത്? 50-ൽ RSSകാർ വന്ന കാര്യം, 58-ൽ വന്ന ഒരു ഹിന്ദു സമ്മേളനം നടത്തിയ കാര്യമൊക്കെ അതൊക്കെ ഏത് കാലങ്ങളിൽ കഴിഞ്ഞു പോയി മാഷേ. ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്തായില്ലേ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. ഈ പഴംപുരാണമൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഷം കുത്തി വെച്ച് എന്തിനാണ് ഈ യോഗ പരിപാടിക്കൊക്കെ താങ്കൾ നിൽക്കുന്നത്? താങ്കൾക്ക് എത്രയോ നല്ല കാര്യങ്ങൾ, വാർത്തകളും കാര്യങ്ങളും ഉണ്ട്. ഈ ജീവിതത്തിൽ താങ്കൾ എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി പോട്ടെ, താങ്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരു നല്ല കാര്യം താങ്കൾ ഈ നിലയ്ക്ക് ചെയ്തിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം താങ്കളുടെ മനസ്സ് നിറച്ച് കുശുമ്പും വിദ്വേഷവും ഒരു സൈസ് വർഗീയതയും ഏതോ ഒരു നീചമായ വലിയൊരു കെടുതിയാണ് താങ്കൾ. സത്യത്തിൽ താങ്കൾ അത്രയും മോശപ്പെട്ട സംസാരങ്ങളല്ലേ. അദ്ദേഹം വന്നിവിടെ എത്ര നല്ല സംസാരങ്ങൾ, അത് പ്രധാനമന്ത്രിയല്ലേ. താങ്കൾക്കൊക്കെ അവരെടുത്ത് പോയി നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ മാഷേ? താങ്കൾ ഈ പറഞ്ഞില്ലേ, ഈ ലോകം തന്നെ ഇന്ന് അദ്ദേഹത്തിനെ പുകഴ്ത്തി വാഴ്ത്തി ഈ ലോക പോലീസായ അമേരിക്കക്കാരൻ വരെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. പിന്നെ താങ്കളായ ഈ കീശുവിനൊക്കെ പറയാൻ നാണം ഇല്ലേ താങ്കൾക്ക്? ഒരു നല്ല കാര്യം താങ്കൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്തെങ്കിലും നമ്മൾ യൂട്യൂബ് കൈ കിട്ടിയ ആളാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വലിയ ഇതൊക്കെ ചാനലിൻ്റെയൊക്കെ ഒരു മോശ പ്രവൃത്തിയും ഇതൊക്കെയാണ്. ഈ ചാനലുകളൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. അതും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് താങ്കൾ എന്തെങ്കിലും നല്ല കാര്യം സംസാരിക്കട്ട, നാടിന് വേണ്ടി, വീടിന് വേണ്ടി, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം സംസാരിക്കും മാഷെ. താങ്ക് യു. സന്തോഷമുണ്ട് താങ്കളുടെ ഈ മോശപ്പെട്ട കാര്യം കേട്ട് എനിക്ക് പ്രതികരിക്കാൻ തോന്നിയപ്പോൾ ഞാൻ പ്രതികരിച്ചതാണ്. പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തൊരു കർമ്മമല്ലേ, വിഷം കുത്തിവയ്ക്കുന്ന കാര്യമല്ലേ താങ്കൾ ചെയ്തത്. അദ്ദേഹം വന്നിവിടെ വിഷം കുത്തിവയ്ക്കേണ്ട കാര്യമൊന്നുമല്ല പറഞ്ഞത്. വികസനത്തിൻ്റെ കാര്യം നല്ല കാര്യങ്ങളല്ലേ. നിങ്ങൾക്കൊന്നും ദഹിക്കില്ല. കാരണം നിങ്ങൾക്കെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വല്ല വക്കീലാവേണ്ടതാണ്. കാരണം കള്ളക്കേസ് പറഞ്ഞ് വിജയിക്കേണ്ട ആൾക്കാരാവേണ്ടതാണ്. മനസ്സിലായില്ലേ? അവിടേക്കിടെ താങ്കൾക്ക് പറ്റുള്ളൂ. ഓക്കെ.